ഹായ്. ഹൗറ ബ്രിഡ്ജ്. ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ ഈ പാലം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടു നഗരങ്ങളായ ഹൗറയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഹുഗ്ലി നദിക്ക് മുകളിലായാണ് പണിതിരിക്കുന്നത്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ച സസ്പെൻഷൻ പാലമാണിത്. ഈ പാലത്തിൻ്റെ നീളം 705 മീറ്ററുമാണ്. വീതി 21.6 മീറ്ററും ഉയരം 82 മീറ്ററുമുണ്ട്. ഇതിൽ രണ്ടു വശത്തുമായി 6 പാതകളുണ്ട്. പിന്നെ രണ്ടു വശത്തുമായി 2 നടപ്പാതകളുമുണ്ട്. ഇത് ഡിസൈൻ ചെയ്തത് മിസ് റെൻഡൽ, പാമർ, ട്രൈറ്റൺ എന്നിവരാണ്. 1936 ഇതിൻ്റെ പണി തുടങ്ങിയത്. 1943 ഇതിൻ്റെ പണി പൂർത്തിയായി. ലോകത്തിലെ 6ാമത്തെ നീളമേറിയ പാലമാണിത്. 1965 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിൽ നിന്ന് ഇത് രവീന്ദ്ര സേതു എന്ന് പേര് മാറ്റി. പക്ഷേ ഇപ്പോഴും ഇത് ഹൗറ പാലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലങ്ങളിൽ ഒന്നാണ് ഈ ഹൗറ പാലം. സസ്പെൻഷൻ ടൈപ്പ് ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജാണ് ഹൗറ പാലം. നട്ടുകളും ബോൾട്ടുകളും ഇല്ലാത്ത ഈ പാലം റിവറ്റിങ്ങിലൂടെയാണ് പണിതത്. 26,500 ടൺ സ്റ്റീൽ വേണ്ടി വന്നു ഈ പാലം നിർമ്മിക്കാൻ. ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള വിമാനത്താവളം കൊൽക്കത്ത വിമാനത്താവളമാണ്. ഇവിടുന്ന് 11.9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കൊൽക്കത്ത എയർപോർട്ടിലെത്താം. അവിടെ നിന്ന് ഈ പാലത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. WBTC ബസ് സർവീസ്. 50 രൂപ കൊടുത്താൽ നമുക്ക് ഈ പാലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹൗറ ജംഗ്ഷനാണ്. അത് ഈ പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കഷ്ടി 1 കിലോമീറ്റർ മാത്രമേ ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടുകളായ ഒന്നായ ഈ ഹൗറ പാലം രാത്രികാലങ്ങളിൽ കാണാൻ അടിപൊളിയാണ്. ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഈ ഹൗറ പാലം. ഹുഗ്ലി നദിയും ഹൗറ പാലവും ഹുഗ്ലി നദിയിലൂടെയുള്ള ബോട്ടിങ്ങും ഒക്കെ കാണാൻ നിങ്ങൾക്കും കൊൽക്കത്തയിലേക്ക് പോകാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. താങ്ക് യു.